കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഒന്നു ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസിൻ്റെ എഴുത്തുകളിൽ വളരെ ശ്രേഷ്ഠകരമേറിയ ഈടുറ്റ അനുഗ്രഹിക്കപ്പെട്ട ഒരു എഴുത്താണ് ഫിലിപ്പിയ ലേഖനം. 4 അധ്യായങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് പൗലോസ് ക്രിസ്തുവിനെ വളരെ വ്യക്തമായി ഉയർത്തിക്കാട്ടുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു എൻ്റെ ജീവനാണെന്നുള്ള സന്ദേശം കൈമാറുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു എൻ്റെ മാതൃകയാണെന്നുള്ള സന്ദേശം കൈമാറുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ലക്ഷ്യമാണെന്ന് പറയുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പര്യാപ്തതയാണെന്ന് താൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ്. പൗലോസ് അതാണ് 3-ാമത്തെ അധ്യായത്തിൽ കുറിക്കൊള്ളുന്ന അതിപ്രധാനമായൊരു ചിന്ത. എനിക്ക് ക്രിസ്തുവിനെ നേടണം, അതുകൊണ്ട് ഞാൻ സകലത്തെയും ഛേദമെന്നെണ്ണുന്നു, ഞാൻ സകലത്തെയും ചവറെന്നെണ്ണുന്നു. തനിക്ക് ലഭിച്ചതാകുന്ന സകല നന്മകളും, തനിക്ക് ലഭിച്ചതാകുന്ന സകല അനുഗ്രഹങ്ങളും, തനിക്ക് ലഭിച്ചതാകുന്ന സകല പദവികളും ക്രിസ്തു നിമിത്തം താൻ ഛേദമെന്നെണ്ണുകയാണ്. അതെ, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നട്ടുച്ച നേരത്ത് തൻ്റെ ഉച്ചയിലടിക്കുന്ന ഉച്ചവെയിലിൻ്റെ പ്രഭയെ വെല്ലുന്ന ദൈവതേജസ്സിനാൽ പിടിക്കപ്പെട്ടപ്പോൾ തനിക്കൊരു ബോധ്യമുണ്ടാകുകയാണ്, ഞാൻ ചവറെന്നെണ്ണുകയാണ്. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ ഒന്ന് അനുഭവിച്ചറിയണം. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുക, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, തനിക്ക് ലഭ്യമായതെല്ലാം, നേടിയതെല്ലാം അത് ചവറിന് തുല്യമാണെന്ന് ഒരു തിരിച്ചറിവ് തനിക്ക് വെളിപ്പെടുകയാണ്. എന്താണ് കാരണം? ദൈവ തേജസ്സിനാൽ താൻ പിടിക്കപ്പെട്ടപ്പോൾ തനിക്ക് ലഭ്യമായതെല്ലാം, താൻ ഉയർത്തിപ്പിടിച്ചതെല്ലാം ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അതൊന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ ഭരിക്കുമ്പോൾ താൻ പറയുക, ഇപ്പോൾ എനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയുക എന്നുള്ളതാണ്. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളോ നന്മകളോ അല്ല, മറിച്ച് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും, എന്തൊക്കെ അവസരങ്ങൾ നമുക്ക് ലഭിച്ചാലും, എന്തൊക്കെ പദവികൾ നമ്മെ തേടിയെത്തിയാലും അവനെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞില്ല എങ്കിൽ, ക്രിസ്തുവിനെ രുചിച്ചറിയേണ്ടതുപോലെ നാം രുചിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥശൂന്യമാണെന്ന് നാം മനസ്സിലാക്കണം. അതെ, അർത്ഥശൂന്യമായൊരു ജീവിതം ജീവിച്ച് തീർക്കുവാൻ വേണ്ടിയല്ല, ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതം ജീവിച്ച് തീർക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം കർത്താവായി തീരട്ടെ. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക എന്നുള്ളതായി തീരട്ടെ. അവനെ അറിയുവാൻ, അവനെ നേടുവാൻ ഇഹലോകത്തിൽ എനിക്ക് ലഭിച്ച സകലതും ഞാൻ ചവറെന്നെണ്ണുകയാണെന്ന് പൗലോസിനെ പോലെ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, ക്രിസ്തുവാകുന്ന എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടെ അടുക്കുവാൻ, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലേക്ക് ഓടുവാൻ. അതേ, ക്രിസ്തുരഹിതമായ ഒരു ജീവിതമല്ല, മറിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം ജീവിച്ചു തീർക്കുവാൻ, നമുക്ക് ലഭിക്കുന്ന മുൻപോട്ടുള്ള ആയുസ്സിൻ്റെ ദിനങ്ങളൊക്കെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.